രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ലെന്നും വിദ്വേഷപ്രചാരകർക്കെതിരെ നിയമനടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ലെന്നും ഇടതു വലതു മുന്നണികളുടെ ഫാസിസ്റ്റ് വിരുദ്ധത കാപട്യമാണെന്നും SDPI സംസ്ഥാന സെക്രട്ടറി അൻസാരി ഏനാത്ത് പറഞ്ഞു. പൂഞ്ഞാർ നിയോജകമണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈരാറ്റുപേട്ടയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം കേരളത്തിലെ ചില മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും BJP ഭരിക്കുന്നത് ഈ കപട നിലപാടിന്റെ ഫലമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും SDPI നിർണായക ശക്തിയായി മാറും. മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിൽ BJPക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ ഇടതു വലതു മുന്നണികൾ തയ്യാറാകണമെന്നും അൻസാരി ഏനാത്ത് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ഹലീൽ തലപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സിയാദ്, മണ്ഡലം സെക്രട്ടറി റഷീദ് മുക്കാലി, ജില്ലാ സെക്രട്ടറി KS ആരിഫ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് CP അജ്മൽ, CH ഹസീബ്, നസീമ ഷാനവാസ്, മണ്ഡലം ഭാരവാഹികളായ ഇസ്മായിൽ കീഴേടം, യാസിർ കാരൈച്ചാട്, സഫീർ കുരുവനാൽ എന്നിവർ സംസാരിച്ചു. സ്വാഭാവികമായും ഇവിടുത്തെ വിദ്വേഷത്തിന് ആക്കം കൂട്ടുന്നതാരാ? വേറെ എന്തെല്ലാം ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാം. ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട നടന്ന പോലീസിന്റെ റിപ്പോർട്ട് ഇതൊക്കെ ആരും BJP ഭരിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. കേരളത്തിലെ KSRTC ഏറ്റവും വലിയ BMSന്റെ സംഘടനയുള്ളത് KSRTCയിലാണ്. ഈ KSRTC എന്ന് പറയുന്ന അല്ലെങ്കിൽ കേരളമോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയോ ഈ കാലഘട്ടത്തിൽ കേരളം രൂപീകരിച്ച് ഒരു ദിവസമെങ്കിലും BJP ഭരിച്ച ഒരു സംസ്ഥാനമല്ല കേരളം. നമ്മൾ ഈ രാജ്യത്ത് നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിക്കുന്നതും ഈ രാജ്യത്താകും. അതുവരെയും നമ്മുടെ ആശയം നമ്മൾ നെഞ്ചിലേറി ഈ മണ്ണിൽ നമ്മൾ ജീവിക്കും എന്നതിൽ യാതൊരു സംശയം വേണ്ട. അത് ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ഇതിനെയൊക്കെ അതിജീവിച്ച് ഈ മണ്ണിൽ നമ്മൾ ജീവിക്കും.